പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭീകരതയ്ക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനുമെതിരെ അതിശക്തമായ നടപടി ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ നമ്മുടെ രാജ്യം. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും തുറന്നു കാട്ടുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടി പാകിസ്ഥാനെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. നയതന്ത്ര യുദ്ധത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര ക്യാമ്പുകൾക്കെതിരെ ശക്തമായ നടപടിക്ക് ന്യൂഡൽഹി തയ്യാറെടുക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളും വിശകലനങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കങ്ങളാണ് രാജ്യം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി സ്വീകരിച്ചു വന്നിരിക്കുന്നത്. പഹൽഗാമിൽ വെടിയുച്ചകൾ മുഴങ്ങിയത് മുതൽ ഇനി വേണ്ടത് പാകിസ്ഥാന്റെ അതിർത്തിക്ക് അപ്പുറമുള്ള ഭീകര കേന്ദ്രങ്ങൾ, ഭീകര ക്യാമ്പുകൾ, അവയെ ഫണ്ട് ചെയ്യുന്നവർ, അതുൾപ്പെടെയുള്ള ആളുകൾക്കെതിരായ കടുത്ത നടപടിയാണ്. ഇന്നിപ്പോൾ ഈ ലഷ്കർ കമാൻഡർക്കെതിരായ ശക്തമായ നടപടി, വ്യക്തിയെ വധിക്കുന്നതിനുൾപ്പെടെ നമ്മുടെ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്തൊക്കെ തരത്തിലുള്ള നടപടികളാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? അതിന്റെ വേഗത എത്രത്തോളം ഉണ്ടാകും ശ്രീജിത്ത്? ബിനിൽ, തീർച്ചയായും ഇന്ത്യ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഇന്ത്യ സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയൊരു ഭീകരാക്രമണം, അതിൽ നിന്ന് രാജ്യം മോചിതരാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം നയതന്ത്ര തലത്തിൽ ഇടപെടാനാണ് രാജ്യം തീരുമാനിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഇടപെടുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, സമ്പൂർണ്ണമായ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ തീരുമാനിക്കുന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞാണ് റോഡ് ഗതാഗതം, അട്ടാരി ബോർഡർ അടയ്ക്കാൻ തീരുമാനിക്കുന്നു. അതും അങ്ങനെ തുടർച്ചയായ പല നിലപാടുകളിലേക്ക് ഇന്ത്യ പോകുന്നു. ഈ സിന്ധു നദീജല കരാർ അത് റദ്ദാക്കുന്നു. അത് വല്ലാതെ പാകിസ്ഥാനെ വേദനിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അത് ആ വേദന ഉൾക്കൊണ്ട് തന്നെ പാകിസ്ഥാൻ അടുത്ത ദിവസം എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കാൻ പാകിസ്ഥാനും തീരുമാനിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വേണ്ടത്, ഇന്ത്യ എന്തായാലും കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു, ലോകരാജ്യങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഘടനയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതിൽ ബന്ധമുണ്ട് എന്ന് ഇന്ത്യയുടെ വാദം ഏറെക്കുറെ ലോകരാജ്യങ്ങളെല്ലാവരും, വിശേഷിച്ചും അമേരിക്കയും റഷ്യയും ചൈനയും അടക്കമുള്ള വലിയ ലോകരാജ്യങ്ങളെല്ലാവരും അംഗീകരിക്കുകയും ഇപ്പോൾ ഇന്നും കൂടി അമിത്ഷായുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അമിത്ഷായെ വന്ന് കാണുകയായിരുന്നു ഇന്ത്യയിലുള്ള വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരെല്ലാവരും. അങ്ങനെ ഇന്ത്യ വളരെ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നു. ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ലോകരാജ്യങ്ങൾ തീരുമാനിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വേണ്ടത് ഈ തീവ്രവാദികൾ, അതായത് ഇന്ത്യയുടെ അതിർത്തി കടന്നെത്തി ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ, ഇന്ത്യയുടെ 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരവാദികളെ കണ്ടെത്തുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ശിക്ഷ നൽകുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് എന്താകണം എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം ഈ വെടിനിർത്തൽ കരാർ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമുക്ക് ഓർമ്മയുണ്ട്, 2020-21 കാലയളവിൽ വലിയ രൂപത്തിലുള്ള ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഏതാണ്ട് 11ഓളം പാക് റേഞ്ചേഴ്സിനെ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തുന്നു. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നിരവധി തവണ ഇന്ത്യക്കുള്ളിലേക്ക് വരുന്നു. തിരിച്ചും ഇന്ത്യക്ക് നഷ്ടമുണ്ടാകുന്നു. ഇന്ത്യയുടെ 6 സൈനികരാണ് നഷ്ടപ്പെടുന്നത്. അന്ന് ഉണ്ടാക്കിയതാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ. ആ കരാർ ലംഘിക്കാനാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ തീവ്രവാദികളെ, ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾ, അതിൽ സൈഫുള്ള കസൂരി അടക്കമുള്ള വലിയ പേരുകളുണ്ട്. ആ പേരുകളിൽപ്പെട്ടവരെ ഇന്ത്യക്ക് കൈമാറണം എന്നാണ് ഇന്ത്യയുടെ ആവശ്യം. അത് ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ വെച്ചിട്ടുമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇന്നും ഇന്നലെയുമായി അക്കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നുമുണ്ട്. അങ്ങനെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ അത് റദ്ദാക്കുന്നതിലേക്ക് ഇന്ത്യ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയന്ത്രണ രേഖയിലെ ഭീകരവാദ ക്യാമ്പുകൾ. അത് നമുക്കറിയാവുന്നതാണ്. ഏത് കാലത്തും ആ ക്യാമ്പുകളാണ് ഇന്ത്യയിൽ ഭീകരവാദം ആഴത്തിൽ വേരൂന്നതിന് കാരണമായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ചെറുപ്പക്കാരെ, കശ്മീരിൽ നടക്കമുള്ള ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോകാൻ അവർ ശ്രമിക്കുന്നത് ആ ഭീകരവാദ ക്യാമ്പുകളാണ്. അവിടെയാണ് ട്രെയിനിങ് അടക്കം നടക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ക്യാമ്പുകൾ തകർക്കുക. സ്വാഭാവികമായി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ അതിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകും. ഇന്ത്യ എടുക്കുന്ന ഏത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനത്തിനും പിന്തുണ ഉറപ്പ് എന്ന് ഇസ്രായേലും അമേരിക്കയും റഷ്യയും ഒക്കെ ഇന്ത്യക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ ആദ്യത്തെ തീരുമാനം, അതായത് വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് റദ്ദാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഒപ്പം നിന്നു എന്ന് വരില്ല. പക്ഷേ ഈ രണ്ടാമത്തെ തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ലോകരാജ്യങ്ങൾ ഒപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേത് കുറച്ച് കടുത്ത കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ ഇസ്രായേലൊക്കെ നടത്തുന്ന പോലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിനപ്പുറത്തേക്ക് ഭീകര കേന്ദ്രങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെ, അവരുടെ സൂത്രധാരന്മാരെ, അവരുടെ തലച്ചോറുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുക. അത് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഹമാസിൻ്റെ നേതാക്കന്മാരെയൊക്കെ കൊലപ്പെടുത്തുന്ന രീതി നമ്മൾ കണ്ടതാണ്. അങ്ങനെ
ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ പോയാൽ അത്ഭുതപ്പെടാനില്ല. അത് പക്ഷേ കുറച്ചും കൂടി റിസ്ക് ആണ്, വളരെ ആസൂത്രണം വേണ്ട കാര്യമാണ്. അതിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ ഓർമ്മയിൽ സർജിക്കൽ സ്ട്രൈക്ക് എല്ലാം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അത് സംഭവിക്കാവുന്നതാണ്. മറ്റൊന്ന്, ആയുധം ഉപയോഗിക്കില്ല എന്നൊരു നിലപാടാണ്. അതായത് ആയുധം ഉപയോഗിക്കില്ല എന്ന നിലപാട്, ആയുധം ആദ്യം ഉപയോഗിക്കില്ല, ആയുധം ആദ്യം ഉപയോഗിക്കാതെ സമാധാനത്തിൻ്റെ ശ്രമത്തിലേക്ക് പോകാനാണ് ഇക്കാലം വരെ ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു കാലാകാലങ്ങളുള്ള നിലപാടും ഇന്ത്യയുടെ തീരുമാനവും അങ്ങനെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആദ്യം ആയുധമെടുക്കാൻ, അതായത് നേരത്തെ നമ്മളുടെ ആദ്യത്തെ പോയിന്റ് പോലെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭീകരവാദ ആസൂത്രകന്മാരെ, ഗൂഢാലോചനക്കാരെ, തലവന്മാരെ നേരിട്ട് ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത ഉദാഹരണമാണ് ആദ്യം ആയുധം ഉപയോഗിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ ഇതുവരെയും അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ, അതായത് ഭീകരവാദികളെ ഇനിയും കണ്ടെത്താനായില്ല എങ്കിൽ, ഇതിൻ്റെ തലപ്പത്തുള്ളവരെ കണ്ടെത്താനായില്ലെങ്കിൽ, അവരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് പോകേണ്ടി വരും. മറ്റൊന്ന്, ഇന്ത്യയുടെ മിസൈൽ ആക്രമണമാണ്. നമുക്കറിയാം, ഇത്തരത്തിൽ, അതായത് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ഞങ്ങൾ മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഇന്ത്യയുമായി ഇത്രയും അടുത്ത ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക്, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവിടെ മിസൈൽ പരീക്ഷണം നടക്കുകയാണ്. ഇന്ത്യ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആദ്യം മിസൈൽ പരീക്ഷണത്തിനല്ല തയ്യാറെടുക്കുക, മിസൈൽ ഉപയോഗിക്കാനായിരിക്കും. ഇന്ത്യക്ക് അതിന് തക്കവണ്ണമുള്ള ശേഷിയുണ്ട്. 1500-ഉം 2500-ഉം കിലോമീറ്റർ വരെ പോയി പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ശേഷിയുള്ള മിസൈലുകൾ ഇന്ത്യക്കുണ്ട്. വേണമെങ്കിൽ ഇന്ത്യക്ക് അങ്ങനെയും ആലോചിക്കാവുന്നൊരു സംഗതിയുണ്ട്. ഇന്ത്യ അതിന് തയ്യാറുമാണ്. പക്ഷേ ആദ്യം ആയുധം ഉപയോഗിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയാൽ മാത്രമാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോവുക. അതിന് രണ്ട് കാര്യങ്ങൾ കൂടി ബിനിൽ. അതായത് മറ്റൊന്ന്, ഷിംല കരാർ. നമുക്കറിയാം പാകിസ്ഥാൻ അത് റദ്ദാക്കി കഴിഞ്ഞു. പാകിസ്ഥാൻ റദ്ദാക്കിയാൽ സ്വാഭാവികമായും ഇന്ത്യക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൽ റിസ്ക് ഇല്ല. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് അത് സമർത്ഥിക്കാനും കഴിയും. ഏറ്റവും അവസാനമായ രണ്ട് കാര്യങ്ങൾ, കടൽ ഗതാഗതം തടയുക, മറ്റൊന്ന് സമ്പൂർണ്ണ സൈനിക ആക്രമണത്തിലേക്ക് പോവുക. ഒരിക്കലും സമ്പൂർണ്ണ സൈനിക ആക്രമണത്തിലേക്കൊന്നും ഇന്ത്യ തയ്യാറാകില്ല. കാർഗിൽ യുദ്ധം പോലെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഓർമ്മയിൽ. അതുകൊണ്ട് അങ്ങനെ ഇന്ത്യ ഉറപ്പായും സമ്പൂർണ്ണമായ ഒരു സൈനിക നടപടികളിലേക്ക് ഇന്ത്യ പോകാനുള്ള സാധ്യതയില്ല. കാരണം യുദ്ധങ്ങൾ എപ്പോഴും ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെ അല്ല ഇന്ത്യൻ സൈന്യമോ ഇന്ത്യൻ ഭരണകൂടമോ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളോ. അവിടെ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെയുള്ള നടപടികളാണ്, അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയാണ്. ഭീകരരെ, വളരെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ഭീകരർക്ക് അന്നമുട്ടുന്ന അവിടുത്തെ ഭരണകൂടങ്ങൾക്കും സൈനിക മേധാവിമാർക്കും എതിരെയാണ് ഇന്ത്യയുടെ നിലപാടുകൾ എല്ലാ കാലവും. അതുകൊണ്ട് തന്നെ സഹിഷ്ണുതയുടെ ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ആ വിധത്തിൽ ഒരു പൂർണ്ണ സൈനിക നീക്കത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. മാത്രമല്ല, രണ്ട് രാജ്യങ്ങളും ഏതാണ്ട് വലിയ ന്യൂക്ലിയർ ശക്തികളാണ്, ആണവായുധ ശേഖരമുള്ള രാജ്യങ്ങളാണ്. അത് മറ്റൊരു തലത്തിലേക്ക് യുദ്ധത്തെ കൊണ്ടുപോകും. പക്ഷേ ഭീകരതയ്ക്കെതിരായ ശക്തമായ നടപടിയിലേക്ക് ഇന്ത്യ കടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിശദമായി വിവരിക്കുകയായിരുന്നു.